അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു കൊലയിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ രാവിലെ പുട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാൽ തിളപ്പിക്കാൻ വെച്ചു. കടല തലേദിവസം വെള്ളത്തിലിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വെച്ച് കഞ്ഞി ഉണ്ടാക്കാം, പുട്ട് വേണ്ടല്ലോ. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാം, കടല ഒലത്തിയതാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, പച്ചമുളക്, ഒരു കഷ്ണം കറുവപ്പട്ട, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കടല നല്ല പോലെ വേവിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് തേങ്ങക്കൊത്ത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇടാം. നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ഇട്ട് അതിലേക്ക് ചതച്ച മുളക് ഇട്ട് കറിവേപ്പിലയും ഇട്ട് ഇതങ്ങോട്ട് നമ്മുടെ വേവിച്ച കടലയും തട്ടിക്കൊടുത്ത് ഒന്ന് വറ്റി വന്ന് നല്ല സെറ്റാണ് കേട്ടോ. ഇനി കുറച്ച് പരിപ്പും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ വേവിച്ചു. എന്നിട്ട് നമ്മുടെ ഇരുമ്പുളി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇരുമ്പുളിയും പിന്നെ ഒഴിച്ചു കൊടുത്ത പരിപ്പിൻ്റെയും കൂടി ഒന്ന് തിളച്ച് നല്ല സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളിയും തേങ്ങയും കൂടി അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ ആ കറി റെഡി. പിന്നെ അതിലേക്കൊന്ന് കടുക് താളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ലൂബിക്കയും കുഞ്ഞുള്ളിയും നമ്മുടെ കാന്താരി മുളകും കൂടി ചമ്മന്തി മങ്ങടാക്കി. എളുപ്പമാണ്, ലൂബിക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ വേഗം അത് മിക്സിലിട്ട് കറക്കറിയുന്ന 2 കറക്കം കറക്കിയതാ സെറ്റ്. അപ്പോൾ ഇച്ചിന് ചോറ് കൊടുക്കാനായിട്ട് എളുപ്പമായല്ലോ. ഇച്ചിനാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ ലൂബിക്ക ചമ്മന്തിയൊക്കെ. അപ്പോൾ ലേശം എരിവ് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ട്സിന് എരിവ് ഇഷ്ടമുള്ളവരുണ്ട്, അപ്പോൾ അവർ കഴിച്ചു.